ഗാന്ധിയുടെ രാമൻ അത് സംഘപരിവാരത്തിന്റെ രാമനെ പോലെ ഏതെങ്കിലും മിനാരം ഇടിച്ചു തകർത്ത് അവിടെ ഒരു അമ്പലം വേണമെന്ന് കാക്ഷിച്ച രാമനെയല്ല ഗാന്ധി മനസ്സിൽ പ്രതിഷ്ഠിച്ചത്. ഗാന്ധിയെ ക്രൂശിക്കുന്ന കാര്യത്തിൽ, ഗാന്ധിയെ ഒറ്റുകൊടുക്കുന്ന കാര്യത്തിൽ, ഗാന്ധിയെ തള്ളിപ്പറയുന്ന കാര്യത്തിൽ ഈ രാജ്യത്ത് സംഘപരിവാരം എത്രമാത്രം മുന്നോട്ട് പോയിട്ടുണ്ടോ അതിന് പിന്നാലെ പോയ രണ്ടാമത്തെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേര്, പ്രത്യയശാസ്ത്രത്തിന്റെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ്. ഗാന്ധി കറകളഞ്ഞ മതേതരവാദിയാണ് എങ്കിൽ ഗോഡ്സെ കറകളഞ്ഞ വർഗീയവാദിയാണ് എന്നുള്ളതാണ്. ഗാന്ധിയെ കൊന്നത് RSS അല്ല എങ്കിൽ പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് വിനായക ദാമോദർ ഗോഡ്സെ എന്ന വിനായക ദാമോദർ ഗോഡ്സെ സവർക്കർ എന്ന VD സവർക്കറെ പിന്നെന്തിനു വേണ്ടിയിട്ടാണ് ഇരുമ്പഴിക്കുള്ളിലാക്കിയത്? VD സവർക്കറെ ഇരുമ്പഴിക്കുള്ളിലാക്കിയ മനുഷ്യന്റെ പേര് നിങ്ങൾക്കറിയാം, പട്ടേൽ എന്നാണ്. വിധിയുടെ വൈപരീത്യം എന്ന് പറയട്ടെ, അതേ പട്ടേലിന്റെ പൂർണ്ണകായ പ്രതിമയാണ് ഇന്ന് നരേന്ദ്രമോദി സ്ഥാപിച്ചിരിക്കുന്നതെന്ന് പറയുമ്പോ RSSനെ നിരോധിച്ച പട്ടേലിന്റെ പ്രത്യയശാസ്ത്രത്തെ ഇന്ന് നരേന്ദ്രമോദിക്ക് പോലും അംഗീകരിക്കേണ്ടുന്ന സാഹചര്യം ഈ രാജ്യത്തുണ്ടായി എന്ന് സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക. ഇന്ന് സവർക്കറുടെ പ്രതിമയ്ക്ക് മുന്നിൽ പോയി പൂവിട്ട് തൊഴുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആ നരേന്ദ്രമോദി സവർക്കറുടെ ചിത്രത്തിന് മുന്നിൽ പോയി പൂവിടുമ്പോ തിരിഞ്ഞു നിൽക്കുന്നത് ഗാന്ധിയുടെ ചിത്രത്തിന് മുന്നിലാണ്. ഗാന്ധിയുടെ പ്രത്യയശാസ്ത്രത്തോട് തിരിഞ്ഞു നിന്നുകൊണ്ടാണ് സവർക്കറുടെ ചിത്രത്തിൽ നിങ്ങൾ പുഷ്പവൃഷ്ടി നടത്തുന്നത് എന്ന് നരേന്ദ്രമോദി ഓർമ്മപ്പെടുത്തുവാൻ നമ്മൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. VD സവർക്കർ ഗാന്ധിയെ കൊന്ന കേസിനകത്ത് പട്ടേൽ നിയോഗിച്ച അന്വേഷണ സംഘം 5ാം പ്രതിയായി ചുമത്തിയയാളാണ്. പിന്നെയും ചോദിക്കുകയാണ്, RSS ആണ് ഗാന്ധിയെ കൊന്നത് എന്നുള്ളതിന്റെ തെളിവ് പറയാമോ എന്ന് ചോദിക്കുമ്പോ ആ അന്വേഷണ സംഘം, ആ അന്വേഷണ സമിതി ഗാന്ധിയെ കൊന്ന കേസ് നടത്തിയ അന്വേഷണ സംഘമായാലും ശരി തന്നെ, അതിനുശേഷം പിന്നീട് വർഷങ്ങൾക്ക് ശേഷം രൂപീകരിച്ച കപൂർ കമ്മീഷന്റെ റിപ്പോർട്ടായാലും ശരി തന്നെ, എന്തിനേറെ പറയുന്നു, വൈ ഐ കിൽഡ് ഗാന്ധി എന്ന പുസ്തകം എഴുതിയ ഗാന്ധി ഘാതകനായ ഗോഡ്സെ പോലും എഴുതി വെച്ചിരിക്കുന്നത് ഗാന്ധിയെ കൊല്ലുവാൻ വ്യക്തിപരമായ ഒരു വിരോധവും ഗോഡ്സെയും ഗാന്ധിയും തമ്മിലില്ല. ഗാന്ധിയും ഗോഡ്സെയും തമ്മിലുള്ള ഏക വിരോധം എന്ന് പറയുന്നത് അത് രാഷ്ട്രീയ വിരോധമാണ്. ഗാന്ധി കറകളഞ്ഞ മതേതരവാദിയാണ് എങ്കിൽ ഗോഡ്സെ കറകളഞ്ഞ വർഗീയവാദിയാണ് എന്നുള്ളതാണ്. ഗാന്ധിയും ഗോഡ്സെയും നേർക്ക് നേരെ വരുമ്പോ ഗോഡ്സെക്ക് ഗാന്ധിക്ക് നേരെ വെടിയുതിർക്കേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് ഗാന്ധിക്ക് വെടിയേറ്റ് വീഴേണ്ടി വരുന്നത്. പ്രിയമുള്ളവരെ, ഗാന്ധിയെ കൊന്നതിന്റെ പേരിൽ ഈ രാജ്യത്ത് നെഹ്റുവിന്റെ സർക്കാർ 2 തവണയാണ് RSS എന്ന് പറയുന്ന ഗാന്ധി ഘാതക പ്രസ്ഥാനത്തെ നിരോധിക്കുന്ന സാഹചര്യം ഈ രാജ്യത്തുണ്ടായത്. അങ്ങനെ ഒരു കാലം മുഴുവൻ ഗാന്ധിയുടെ ഘാതകരായിരുന്ന RSSന് ഗാന്ധിയുടെ ഘാതകരെന്ന അതൃപ്തിയോടുകൂടി, അവജ്ഞയോടുകൂടി മാത്രം ഇന്ത്യയുടെ പൊതുസമൂഹം നോക്കിക്കണ്ടിരുന്ന ആ സംഘപരിവാരത്തിന് ഇന്ത്യയുടെ പൊതുമുഖ്യധാരയിൽ രാഷ്ട്രീയ ലെജിറ്റിമസി നൽകിയ പ്രസ്ഥാനത്തിന്റെ പേര് ദൗർഭാഗ്യവശാൽ നമ്പൂതിരിപ്പാടിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ്. ഈ രാജ്യത്ത് ഗാന്ധിയെ കൊന്നതിന്റെ പേരിൽ RSSകാരനോട് ഈ രാജ്യത്തെ മതേതരവാദികൾ, മതേതര വിശ്വാസികൾ, ജനാധിപത്യ മൂല്യങ്ങൾ പേറുന്ന മനുഷ്യന്മാർ ഐത്തം പ്രഖ്യാപിച്ചപ്പോ ആ സവർക്കറുടെ, ആ ഗോൾവർക്കറുടെ, ആ ഗോഡ്സെയുടെ പ്രസ്ഥാനത്തോട് തെരഞ്ഞെടുപ്പിൽ സഖ്യമാദ്യമായി ചേർന്ന പ്രസ്ഥാനം നമ്പൂതിരിപ്പാടിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഈ രാജ്യത്ത് സംഘപരിവാരത്തോടാദ്യമായി ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സഖ്യം കൂടിയത്, ഈ രാജ്യത്ത് സംഘപരിവാരത്തോടാദ്യമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യം കൂടിയത്, ഈ രാജ്യത്ത് സംഘപരിവാരത്തോടാദ്യമായി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സമരസപ്പെട്ട പ്രസ്ഥാനത്തിന്റെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ്. ഗാന്ധിയെ ക്രൂശിക്കുന്ന കാര്യത്തിൽ, ഗാന്ധിയെ ഒറ്റുകൊടുക്കുന്ന കാര്യത്തിൽ, ഗാന്ധിയെ തള്ളിപ്പറയുന്ന കാര്യത്തിൽ ഈ രാജ്യത്ത് സംഘപരിവാരം എത്രമാത്രം മുന്നോട്ട് പോയിട്ടുണ്ടോ അതിന് പിന്നാലെ പോയ രണ്ടാമത്തെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേര്, പ്രത്യയശാസ്ത്രത്തിന്റെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ്. ഗാന്ധിയും എല്ലാ കാലവും എത്രമാത്രം RSSനെ അകറ്റി നിർത്തിയിട്ടുണ്ടോ അത്രമാത്രം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അകറ്റി നിർത്തിയിട്ടുണ്ട്. വിധിയുടെ വൈപരീത്യം കൊണ്ടാകാം ഇന്ന് ഗാന്ധി ജയന്തി ദിനത്തിൽ അനുസ്മരണങ്ങൾ സംഘടിപ്പിക്കുവാൻ BJPക്കാരൻ ഒരുമ്പിട്ടിറങ്ങുന്നതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനും ഇറങ്ങേണ്ടി വരുന്നത് ഗാന്ധി എന്ന് പറയുന്ന പ്രസ്ഥാനം, ഗാന്ധി എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രം, ഗാന്ധി എന്ന് പറയുന്ന ആശയം ഈ രാജ്യത്ത് ഉരുക്കിട്ട് ഉറപ്പിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ടാണ്. ഈ ഗാന്ധി തന്നെ, സാക്ഷാൽ മഹാത്മാഗാന്ധി തന്നെ. ഇപ്പൊ നമ്മള് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റി ഒരുപാട് കടന്നു പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വർത്തമാന കാലഘട്ടത്തിൽ കടന്നു പോകുന്ന സാമ്പത്തിക അപജയങ്ങളെ പറ്റി, അഴിമതികളെ പറ്റിയൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളോട് ആദ്യമായി
നിങ്ങളുടെ വരുമാനത്തിൽ എനിക്ക് സംശയമുണ്ട്, ദയവ് ചെയ്ത് നിങ്ങളുടെ കണക്കിനെ ഒന്ന് ബോധ്യപ്പെടുത്തുമോ എന്ന് ചോദിച്ച മനുഷ്യന്റെ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ്. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ഗാന്ധിക്ക് കൊടുത്ത മറുപടി, അത് കമ്മ്യൂണിസ്റ്റുകാരന്റെ കണക്ക് കമ്മ്യൂണിസ്റ്റുകാരന് മാത്രമുള്ളതാണ്, ഞങ്ങൾ പുറത്തു കൊടുക്കുവാൻ പാടില്ല എന്നാണ്. ഗാന്ധി കണക്ക് ചോദിച്ചത് ഏത് കണക്കാണെന്ന് ചോദിച്ചാൽ ചരിത്രത്തിൽ കൃത്യമായ കണക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗാന്ധി ആഹ്വാനം ചെയ്ത, ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾ ആഹ്വാനം ചെയ്ത, ഈ രാജ്യത്തെ ബ്രിട്ടീഷ് വിരുദ്ധ ജനത ആഹ്വാനം ചെയ്ത ക്വിറ്റ് ഇന്ത്യ സമരത്തെ ബ്രിട്ടന് വേണ്ടി ഒറ്റുകൊടുക്കുവാൻ വേണ്ടി ബ്രിട്ടീഷ് സർക്കാരിൽ നിന്ന് അച്ചാരം വാങ്ങിയ ഗാന്ധിയെ ഒറ്റുകൊടുത്ത പണം, ആ പണം സമ്പാദിച്ചതിന്റെ പേരിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയോട് ഗാന്ധി കത്തിടപാടിലൂടെ നിങ്ങളുടെ കണക്കറിയുവാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞത്. അങ്ങനെയൊരു ഗാന്ധി ഈ രാജ്യത്ത് സംഘപരിവാരത്തെ എതിർത്ത, ഈ രാജ്യത്ത് വർഗീയത എതിർത്ത, ഈ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന്റെ വർഗീയത എതിർത്ത, എല്ലാ തരമുള്ള വർഗീയതകളോടും സമരസപ്പെടാതിരുന്ന ഒരു മനുഷ്യന്റെ പേരാണ് ഗാന്ധി. അതുകൊണ്ടാണ് നമ്മൾ ഈ ഫാഷിസ്റ്റ് വിരുദ്ധ സംഗമം സംഘടിപ്പിക്കുമ്പോ ആർജവത്തോടു കൂടി പറയുന്നത്, മതേതരത്വമാണ് ഇന്ത്യയുടെ മുഖമുദ്ര. മതേതരത്വമല്ലാതെ ഈ രാജ്യത്തെ പോർലേൽപ്പിക്കുവാൻ ഒരു വർഗീയ ശക്തിക്കും ഇന്ത്യയെ വിട്ടുകൊടുക്കുവാൻ ഈ രാജ്യത്തെ അവസാനത്തെ കോൺഗ്രസുകാരന്റെ ഉயிருള്ള കാലത്തോളം അനുവദിക്കുകയില്ല എന്ന് പ്രഖ്യാപിക്കുവാൻ ഈ ഫാഷിസ്റ്റ് വിരുദ്ധ സംഗമത്തെ നമ്മൾ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ അധ്യക്ഷ പ്രസംഗം സൂചിപ്പിച്ചു, കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഒരു ഉദ്ഘാടന മാമാങ്കം ഈ രാജ്യം കണ്ടത്. അയോധ്യയിലെ രാമക്ഷേത്രത്തെ പറ്റി പറയുമ്പോ ചില BJP-ക്കാരെങ്കിലും ചില സംഘപരിവാറുകാരെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഗാന്ധിയും രാമരാജ്യത്തെ പറ്റിയിട്ടാണ് പറഞ്ഞത്, അതേ രാമരാജ്യം തന്നെയാണ് ഞങ്ങൾ സൃഷ്ടിക്കുവാൻ ശ്രമിക്കുന്നത്. ഗാന്ധി ഹേ റാം എന്ന് പറഞ്ഞാണ് മരിച്ചു വീണത്, ഗാന്ധി ഹേ റാം എന്ന് പറഞ്ഞാണ് അവസാന ശ്വാസം വെടിഞ്ഞത്, അതേ രാമന് വേണ്ടി തന്നെയാണ് ഞങ്ങൾ നിലകൊള്ളുന്നത് എന്ന് ചില സംഘപരിവാറുകാർ പറയുമ്പോ തെറ്റിദ്ധരിക്കപ്പെട്ട വിഷം ചീന്തുന്ന ആ സംഘപരിവാറുകാരോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു, ഗാന്ധിയുടെ രാമൻ അത് സംഘപരിവാരത്തിന്റെ രാമനെ പോലെ ഏതെങ്കിലും മിനാരം ഇടിച്ചു തകർത്ത് അവിടെ ഒരു അമ്പലം വേണമെന്ന് കാക്ഷിച്ച രാമനെയല്ല ഗാന്ധി മനസ്സിൽ പ്രതിഷ്ഠിച്ചത്.